ഒരു കൊട്ട നിറയെ കയ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനോട് എന്ത് ചെയ്യാം, കയ്പങ്ങ കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ. ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഞാനും എൻ്റെ ഇഷ്ടങ്ങളും. തമ്പനയിൽ കണ്ട പോലെ ഒരു കൊട്ട നിറയെ കയ്പ കൊണ്ട് ഒരു പിടി കൊണ്ടാട്ടം തയ്യാറാക്കാം. ഒരാഴ്ചയോളം നീണ്ട ഒരു പ്രോസസ്സാണ് ഈ കൊണ്ടാട്ടം തയ്യാറാക്കൽ. അതിനായി കഴുകി വൃത്തിയാക്കി വെച്ച കയ്പ നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. എന്നൊരു മടിയും വേണ്ട. അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. കയ്പ ഉപ്പേരി വെച്ചാൽ വല്ലാതെ അങ്ങനെ നമുക്ക് പോവില്ല, പക്ഷേ നമ്മൾ കൂട്ടും എന്നുള്ളൂ. പക്ഷേ ഈ കൊണ്ടാട്ടാക്കിയാൽ അത് മക്കളും കഴിക്കും. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരും വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു ഉപ്പിൻ്റെ രസമൊക്കെ ഉള്ളതുകൊണ്ട് അവരും ഇങ്ങനെ കഴിക്കും. പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിത് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പോൾ വെയിലില്ലാത്ത സമയത്ത് നമുക്കിത് ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല, കാരണം നല്ല വെയിൽ വേണം. നന്നായിട്ട് ഉണങ്ങിയാൽ തന്നെ ഇത് കൊണ്ടാട്ടമായിട്ട് കൂടുതൽ കാലം കേട് വരാതെയൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്പൊക്കെ നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് ഒരു കൊട്ട നിറയെ തന്നെ നമുക്ക് കയ്പ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നമുക്ക് ആവശ്യത്തിന് മാത്രം കേട്ടോ, ഒരുപാടൊന്നും ഉണ്ട്. പക്ഷേ കൊണ്ടാട്ടമായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് നമുക്കിത് വെയിലിൽ വെച്ചിട്ട് നന്നായി ഉണക്കിയെടുക്കണം. ഒരു 2-3-4 ദിവസം തന്നെ ടൈം എടുക്കും, ദിവസമായി കിട്ടും നമുക്കിത് നല്ല ഉണങ്ങി കിട്ടാൻ. അപ്പോൾ നമ്മളിത് നല്ല മിക്സാക്കി വെച്ചിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ നല്ല വെയിലിൽ കൊള്ളിക്കുകയാണ്, നിരത്തിയിട്ട് വെയിൽ കൊള്ളിക്കുകയാണ്. ഉണങ്ങുന്തോറും നമ്മുടെ ഈ കൊണ്ടാട്ടത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയും കേട്ടോ. കാരണം അതിന് നമുക്കിപ്പോൾ ഒരു കൊട്ടയോളം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഉണങ്ങി വന്നപ്പോൾ നമുക്കൊരു ഒരു കുഞ്ഞു പാത്രത്തിനുള്ള കൊണ്ടാട്ടം നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കൊണ്ടാട്ടമൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നു. അപ്പോൾ നല്ല നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, അതിന് ഭയങ്കര നമുക്ക് ഉണങ്ങി കിട്ടിയൊരു സൗണ്ട് ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലൊക്കെ ആക്കി വെച്ചു. അപ്പം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കൊണ്ടാട്ടം ഒന്ന് പൊരിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലെടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു പിടി കൊണ്ടാട്ടം എടുത്ത് വെക്കുക. അപ്പോൾ നല്ല മൊരിഞ്ഞ് തന്നെ നമുക്കിത് കിട്ടും, പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. കാരണം നല്ല ഉണക്കം കിട്ടിയ കൊണ്ടാട്ടമാണ്. അപ്പോൾ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല ക്രഞ്ചി ഒരു ടൈപ്പാണ്. ഇങ്ങനെ വെറുതെ തിന്നാനും നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് മുഴുവനായി കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ വീണ്ടും പറയുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.